പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിനു വേണ്ടി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ദിവസം, നമ്മുടെ സമർപ്പണത്തിൻ്റെ ദിവസമാണ്. പരിശുദ്ധ അമ്മയെ സ്വർഗം സ്വീകരിച്ച ദിവസമാണ്. അമ്മ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോപിതയായി സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുകയും അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെടുകയും ചെയ്ത ദിവസമാണ്. ഇത് ഒരുപാട് കൃപകൾ തിരുസഭയിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന ദിവസമാണ്. നമുക്ക് ഈ ദിവസത്തിൽ തന്നെ അമ്മയുടെ വിമല ഹൃദയവുമായി നമ്മൾക്കൊരു വലിയ സ്നേഹബന്ധം സ്ഥാപിക്കുവാനും അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ച ഈ സ്വർഗത്തിൻ്റെ വലിയ പദ്ധതി ഓർത്ത് നമുക്ക് നന്ദി പറയാം. ശരിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവുമായി ഐക്യപ്പെട്ട് അമ്മയോട് ചേർന്ന് അമ്മയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ദിവസമാണ്. കൃപയുടെ വാതിൽ ഇന്നേ ദിവസം നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നതിന്, എവിടെയൊക്കെയാണോ ചാലുകൾ അടഞ്ഞുപോയത്, ആ കൃപയുടെ ചാലുകൾ ഇന്ന് തുറക്കപ്പെടുക. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കൃപ ലഭിച്ചിരുന്ന പല വഴികളും തടസ്സപ്പെട്ടിട്ടുണ്ടാകും. ആ വഴികൾ ഇന്ന് തുറക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഈശോയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയം ഒരുക്കി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ഈ സമർപ്പണം, മരിയൻ സമർപ്പണം ആത്യന്തികമായി അതിൻ്റെ അന്തിമഘട്ടത്തിൽ നമ്മളതിനെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് വളരെ കൃത്യമാകും. മരിയൻ സമർപ്പണം എന്ന് പറയുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കുള്ള സമർപ്പണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈശോയ്ക്ക് നടത്തുന്ന സമർപ്പണമാണ് എന്നും, ആത്യന്തികമായി നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സമർപ്പണമാണ് നമ്മളിവിടെ പുതുക്കുന്നതെന്നും, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ വഴികളിലും നമുക്കുണ്ടായിരുന്ന സ്വാർത്ഥതകളെ നമ്മൾ വെടിഞ്ഞ് നമ്മൾ പൂർണ്ണമായി ഈശോയ്ക്ക് നമ്മുടെ ജീവിതം എടുത്തു വെച്ച് കൊടുക്കുകയാണ് എന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, യേശുനാഥനുമായി വലിയൊരു ബന്ധത്തിലേക്ക് നമ്മളെ വളർത്തുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വഴി നമുക്ക് തുറന്നു തന്നിരിക്കുക. ത്രൂ മേരി ടു ജീസസ്, അമ്മയിലൂടെ ഈശോയിലേക്ക് എന്നുള്ളൊരു പാത വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ആത്യന്തികമായി പരിശുദ്ധ കുരിശിനെ അഗാധമായി സ്നേഹിച്ചിരുന്ന വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് കൃത്യമായി നമുക്ക് ഈ വഴി തുറന്നു തരിക. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്കുള്ള വഴി ഏറ്റവും സുദൃഢവും ഏറ്റവും എളുപ്പമുള്ളതും സുനിശ്ചിതവും നമ്മൾ തെറ്റാതെ എത്തുന്നതുമായ വഴിയായി വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നമുക്ക് പ്രത്യേകമായി ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ഈ ദിവസം യാചിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല വിശുദ്ധരും, നമ്മുടെ പേരിന് കാരണക്കാരായിട്ടുള്ള വിശുദ്ധര്, നമ്മുടെ ഇടവകയുടെ വിശുദ്ധര്, നമ്മുടെ രൂപതയുടെ വിശുദ്ധര്, അതുപോലെ തന്നെ പ്രത്യേകമായ നമ്മുടെ രൂപതയുടെ കാവൽ ദൂതൻ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാവൽ ദൂതൻ, ഇവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായി ഇവരുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമർപ്പണം നമ്മളതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് വേണ്ടി. തുടർന്ന് നമുക്ക് പ്രത്യേകമായി തുടർന്നുള്ള പ്രാർത്ഥനയിൽ സംബന്ധിച്ച് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് നമ്മളുടെ സമർപ്പണം നമുക്ക് നടത്താം. അവിടെ നമ്മൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ പേര് പറയേണ്ട സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ പേര് പറയുക. സാധിക്കുന്നവരെല്ലാം അതിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുക.
ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ ഈ സമർപ്പണം നടത്തുവാൻ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പേപ്പറിൽ എഴുതിയോ നിങ്ങളുടെ ഇത് ടെക്സ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ നടത്തി അതിൻ്റെ ഇടയിൽ ഒപ്പിട്ട് വെക്കുന്നത് ഉചിതമാണ്. നിങ്ങൾ വ്യക്തിപരമായി ഒരു മെഴുകുതിരി കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടുപോയി കത്തിച്ച്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ രൂപമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ച് നിങ്ങൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ത്യാഗപരിത്യാഗങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞത് ഏതെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറെ നല്ലതാണ്. ഈ സമർപ്പണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമായി തീരട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയമൊരുക്കാം. നമ്മളുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഹൃദയഭാഗമായിട്ടുള്ള സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് ഞാൻ അവിടെ കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആരെയൊക്കെയാണോ നിങ്ങൾ സമർപ്പണത്തിനായി ഉദ്ദേശിച്ചിരുന്നത് അവരെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സ്വർഗം നമ്മളെ സ്വീകരിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിനരികിലേക്ക് നമുക്ക് തിരിയാം. പ്രത്യേകമായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർന്ന് നിന്ന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഓ നിത്യമായ അവതരിച്ച ജ്ഞാനമേ, ഏറ്റവും മാധുര്യമുള്ള ആരാധ്യമായ ഈശോയെ, നിത്യപിതാവിൻ്റെയും നിത്യകന്യകയുടെയും ഏകപുത്രനായ സത്യദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയെ, നിത്യതയിൽ പിതാവിൻ്റെ മഹത്വപൂർണമായ മടിത്തട്ടിൽ ആയിരിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മനുഷ്യാവതാര സമയത്ത് ഏറ്റവും യോഗ്യയായ മറിയത്തിൻ്റെ കന്യാമടിത്തട്ടിൽ ആയിരിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പിശാചിൻ്റെ ക്രൂരമായ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സ്വയം ശൂന്യനായി ദാസൻ്റെ രൂപം സ്വീകരിച്ച അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. മറിയത്തിലൂടെ ഞാനും അങ്ങയുടെ ദാസനായി. അങ്ങനെ മാറേണ്ടതിന് പരിശുദ്ധയായ അങ്ങയുടെ അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും വിധേയപ്പെടാൻ അങ്ങ് കാണിച്ച മനസ്സിന് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ സഹരക്ഷകയായി അങ്ങെനിക്ക് നൽകിയ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ തേടുന്നു. അമ്മയിലൂടെ എൻ്റെ പാപങ്ങൾക്കുള്ള മോചനവും അങ്ങയുടെ പ്രീതിയും ജ്ഞാനത്തിൻ്റെ ലഭ്യതയും അതിലുള്ള നിലനിൽപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ അമലോത്ഭവയും നന്മ നിറഞ്ഞവളുമായ മറിയമേ, ദൈവത്വത്തിൻ്റെ ജീവിക്കുന്ന സക്രാരിയെ, നിത്യജ്ഞാനം അങ്ങിൽ മറഞ്ഞിരിക്കാനും മാലാഖമാരാലും മനുഷ്യരാലും ആരാധിക്കപ്പെടാനും തിരുമനസായി ദൈവത്തിന് കീഴിലുള്ള സകലതും തൻ്റെ സാമ്രാജ്യത്തിന് അധീനമായിട്ടുള്ള സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അവിടുന്ന്. പാപികളുടെ ഉറപ്പുള്ള സങ്കേതമേ, അങ്ങയുടെ ദയ ആർക്കും നിഷേധിക്കപ്പെടുന്നില്ലല്ലോ. ദൈവജ്ഞാനം എനിക്ക് തരുന്ന ആഗ്രഹങ്ങളെ സ്വീകരിക്കുക. ആ ലക്ഷ്യത്തിനായി ഞാൻ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സമർപ്പിക്കുന്ന വ്രതവാഗ്ദാനങ്ങളെയും കാഴ്ചകളെയും സ്വീകരിക്കുക. ഞാൻ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക. ആരെയൊക്കെയാണോ സമർപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പേര് പറഞ്ഞ് സമർപ്പിക്കുക. ഞാൻ അവിശ്വാസിയായ പാപി, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ മാമോദീസായിലെ വ്രതങ്ങളെ നവീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ആകർഷങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു.
അവതരിച്ച ജ്ഞാനമായ യേശുവിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനും ജീവിതത്തിലെ എല്ലാ ദിവസവും സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ അനുഗമിക്കാനും എന്നത്തേക്കാൾ ഉപരിയായി അവിടുത്തോട് വിശ്വസ്തത കാണിക്കുവാനും ഞാൻ തീരുമാനിക്കുന്നു. സകല സ്വർഗീയ വൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഞാൻ അങ്ങയെ എൻ്റെ അമ്മയും രക്ഷാധികാരിയുമായി തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ആന്തരികവും ബാഹ്യവുമായ സകല വസ്തുക്കളെയും കഴിഞ്ഞ കാലത്തും ഈ കാലത്തും വരാനിരിക്കുന്ന സമയത്തുമുള്ള എൻ്റെ സകല നന്മ പ്രവർത്തികളുടെയും മൂല്യത്തെയും ഞാൻ അങ്ങേക്ക് ഭരമേൽപ്പിക്കുകയും സമർപ്പിക്കുകയും അങ്ങയുടെ ദാസനായി മാറുകയും ചെയ്യുന്നു. എൻ്റെ മേലും എനിക്കുള്ളവയുടെ മേലും യാതൊന്നും മാറ്റിവെക്കാതെ സകല അവകാശങ്ങളും ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഈ ലോകത്തും നിത്യതയിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങേക്കെന്നെ സമർപ്പിക്കുന്നു. വിശ്വസ്തയായ കന്യകയെ എല്ലാ കാര്യത്തിലും പൂർണ്ണതയുള്ള ഒരു ശിഷ്യനാക്കി അങ്ങയുടെ പുത്രനായി അവതരിച്ച വചനത്തിൻ്റെ യഥാർത്ഥ ദാസനും ആക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥതയും വഴി യേശുവിൻ്റെ ഈ ഭൂമിയിലെ പക്വമായ വളർച്ചയും സ്വർഗത്തിലെ മഹത്വവും ഞാൻ സ്വന്തമാക്കട്ടെ. ആമേൻ.